പ്രസംഗം കേൾക്കാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കന്മാരുണ്ടായി, പ്രതിപക്ഷക്കാരുണ്ടായി, ഇഷ്ടംപോലെ ഉണ്ടായി, പത്രപ്രവർത്തകന്മാരുണ്ടായിരുന്നു, MLA-മാരുണ്ടായി. ആ യോഗത്തിൽ വെച്ച് അദ്ദേഹം പ്രസംഗിച്ചത് എനിക്ക് കേരളത്തിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളതെന്ന്. എനിക്ക് കേരളത്തിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത്. ഇന്ത്യയിൽ 10-28 സംസ്ഥാനങ്ങളുണ്ട്, കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളൊന്നും എനിക്ക് പ്രതീക്ഷയില്ല എന്ന് പരസ്യമായി പറഞ്ഞത് ഇത് ദേശാഭിമാനി കൊടുത്ത് ജനയുഗം കൊടുത്തതല്ല. ആ പ്രസംഗം കേട്ട എല്ലാവർക്കും വ്യക്തമാവുന്നതുപോലെ അദ്ദേഹം വീണ്ടും വീണ്ടും ഊന്നി പറഞ്ഞു, മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് എന്നാണ് പറഞ്ഞത്. കേരളമാണെന്ന് അദ്ദേഹം പറഞ്ഞത്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഇടതുപക്ഷ സഹയാത്രിക്കാരനല്ല, പിണറായി വിജയന്റെ ഒരു ആരാധകനായിട്ട് അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വ്യക്തിയാണ്, മനുഷ്യസ്നേഹിയാണ്, ഇന്ത്യ എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, കേരളത്തിൽ മാത്രമാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. എന്തുകൊണ്ട് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമാണ് കർണാടക എന്ന് പറയാൻ കഴിയില്ല? കോൺഗ്രസിന് വലിയ സംസ്ഥാനമാണല്ലോ, മറ്റു കൊച്ചു സംസ്ഥാനങ്ങളാണ് പിന്നെ കോൺഗ്രസ് ഉള്ളത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള ഹിമാചൽ പ്രദേശ് മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനമാണ് അദ്ദേഹം പറഞ്ഞില്ല? എന്തുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങൾ അങ്ങനെയാണെന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ് കേരളമാണെന്നാണ്. ഇത് സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല കേരളത്തിനകത്ത് ഈ മാറ്റം. അവിടെയാണ് ചരിത്രം പരിശോധിക്കേണ്ടത്. നവോത്ഥാന പ്രസ്ഥാനം തൊട്ട്, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തൊട്ട്, തുടർന്ന് അങ്ങോട്ട് ഇടതുപക്ഷ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കേരളത്തിനകത്ത് ഉഴുതു മറിച്ച മണ്ണിലാണ് ഈ ഇടതുപക്ഷം കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ആ മണ്ണിലാണ് കേരളത്തിൽ ഇടതുപക്ഷം പ്രവർത്തിക്കുന്ന ഇന്ത്യക്ക് ബദലായ സംസ്ഥാനം. ആ ബദലായ സംസ്ഥാനത്തിൽ വന്നിട്ടാണ് മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകൻ പറയുന്നത്, കേരളം മാത്രമാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ത്യയിലായിട്ട് നിലനിൽക്കുകയാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരണോ എന്നാണ് ചോദ്യം. ആ അവസ്ഥ മാറണോ എന്നാണ് ചോദ്യം. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ മറച്ചു വെക്കാൻ, പുഴമറ കൊണ്ട് മറയ്ക്കാൻ, സത്യത്തെ മറയ്ക്കാൻ കഴിയില്ല. ഈ കേരളത്തിന്റെ പ്രത്യേകത എന്താണ്? അതുമാത്രമല്ല, ഞങ്ങളെ ശക്തമായി എതിർക്കുന്ന, ഞങ്ങളെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ്, നമ്മുടെ വികസന പ്രവർത്തനം തടയുന്നതിന് വേണ്ടി ഒരു ഫണ്ട് വിനിയോഗിക്കാത്ത കേന്ദ്ര ഗവൺമെന്റ്, കേരളത്തിന്റെ വികസനം തടയുന്നതിന് വേണ്ടി GST അനുമതി തരാത്ത കേന്ദ്ര ഗവൺമെന്റ്, 57,000 കോടി രൂപ വിവിധങ്ങളായി തരാനുള്ള കേന്ദ്ര ഗവൺമെന്റ്. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന് മുമ്പായിട്ടുള്ള സർവേ റിപ്പോർട്ട് പുറത്തു വന്നു, സാമ്പത്തിക സർവേ. ആ സർവേക്കുള്ള റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? അതും പത്രങ്ങൾ എഴുതിയില്ല, ഞങ്ങളുടെ പത്രമല്ല, നിങ്ങൾ ദേശാഭിമാനിയും ജനയുഗം വായിക്കണ്ട. ഇവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ സർവേ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചില്ല. മാതൃക അടക്കം പ്രസിദ്ധീകരിച്ചു, ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും ഒക്കെ പ്രസിദ്ധീകരിച്ചു. അത് പറഞ്ഞ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച മാതൃകാപരമാണ് എന്നാണ്. ഞങ്ങൾ എതിർക്കുന്ന BJP ഗവൺമെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടാണത്. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം രാജ്യം കേരളമാണ്. അത് സുപ്രഭാതത്തിൽ വന്നതാണോ? അല്ല. ചരിത്രം ഒന്ന് തിരിഞ്ഞു നോക്കണം, എങ്ങനെ കേരളത്തിലേക്ക് അത് എത്തി എന്നതിനെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ ഭൂവുടമ സമ്പ്രദായത്തിൽ വന്ന മാറ്റം വിശദീകരിക്കുന്നില്ല. 1957 വന്ന കാർഷിക പരിഷ്കരണ നിയമം, കുടികൾക്ക് അവകാശം കൊടുത്തത്, മിച്ചഭൂമി വിതരണം ചെയ്തത്, തുടർന്ന് അങ്ങോട്ടുള്ള സാമൂഹ്യ പരിഷ്കരണ നടപടികള്, ക്ഷേമ പദ്ധതികള്, ആരോഗ്യ മേഖലയ്ക്കകത്തും വിദ്യാഭ്യാസ മേഖലയ്ക്കകത്തും വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം കേരളത്തിന്റെ പുരോഗതിക്ക് കാരണമാണ്. തുടർന്ന് അങ്ങോട്ട് വന്നിട്ടുള്ള വിവിധ പദ്ധതികൾ, സാക്ഷരതാ പദ്ധതി, ജനകീയ ആസൂത്രണ പദ്ധതി, നമ്മുടെ കുടുംബശ്രീ പദ്ധതി, നമ്മൾ ആശമാരും അംഗനവാടികളും നടത്തിയിട്ടുള്ള സേവനപരമായ പരിപാടികൾ, നമ്മൾ ആരോഗ്യ മേഖലയ്ക്കകത്തുള്ള പരിരക്ഷയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള നടപടികൾ, സൗജന്യം സാർവത്രികമാക്കി പ്രഖ്യാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസം, ഇതെല്ലാം ഈ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുടെ ഭാഗമാണ്. ഇന്ത്യയിൽ എവിടെയുണ്ട് കോൺഗ്രസ്സുകാരെന്ന് പറയണമല്ലോ, അട്ടിപ്പേറായി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ. ഞങ്ങളെ വേട്ടട്ട് കയറുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യം പരിശോധിക്കണം, നമുക്ക് പരിശോധിക്കാം. എല്ലാ ജാതകം പരിശോധിക്കുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാലോ, എങ്ങനെയാണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചുകൂടെ? ഈ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയും ഒരു ടൗണായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കേന്ദ്ര പഠന സംഘമാണ്. എങ്ങനെയാണ് മാറ്റം വന്നത്?
ജനങ്ങളുടെ വാങ്ങൽ കഴിവ് വർദ്ധിക്കുന്ന അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു നേരത്തെ ആഹാരം കഴിക്കാത്തവർ ആരുമില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയത് വെറുതെയാണോ? ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ ജോലി ചെയ്യുന്നില്ല, മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ. ഈ മാറഞ്ചേരിയിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? ജാർഖണ്ഡുകാർ, ബീഹാറുകാർ, ഒറീസക്കാർ, ബംഗാളുകാർ. എന്താ അവർ വരാൻ കാരണങ്ങൾ? എന്താ അവർ മറ്റു സംസ്ഥാനങ്ങളിൽ പോകാത്തത്? ഇവിടെ മെച്ചപ്പെട്ടൊരു കൂലി സമ്പ്രദായമുണ്ട്. അവർ ദുബായിലാണ്. ആ കൂലി വ്യവസ്ഥ വന്ന ഔദാര്യമായി വന്നാണ്, അവകാശമായി വന്നതല്ലേ. ആ കൂലി വ്യവസ്ഥ അട്ടിമറിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിനെതിരായിക്കൊണ്ടാണ് 12-ാം തീയതി പണിമുടക്കം നടക്കാൻ പോകുന്നത്. ദേശവ്യാപകമായി 4 കോടികൾ കൊണ്ടുവന്നുകൊണ്ട് തൊഴിലാളി നേടിയെടുത്തിട്ടുള്ള അവകാശം നിഷേധിക്കുന്ന രൂപത്തിലേക്കുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിനെതിരായിക്കൊണ്ട് ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം സമരത്തിലാണ്. ദേശീയമായിട്ട് INTC-ക്കാരും സമരത്തിലാണ്. കേരളത്തിന് യോജിപ്പിന്റെ സമരമില്ല, കേരളത്തിന് യോജിപ്പിന്റെ സമരമില്ല എന്ന അപകടകരമായ ഒരു വസ്തുത പത്രത്തിൽ വാർത്ത വന്നാണ് വായിച്ചു കാണും. കർണാടക ഗവൺമെന്റ് കേന്ദ്രം കൊണ്ടുവന്ന കാടൻ നിയമത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അതാ അവിടെ റൂൾസ് നടപ്പാക്കുന്നു. കർണാടകത്തിൽ പരസ്യമായി വന്നു.